വയനാട്, പാലക്കാട്, ചേലക്കര ഒരു ലോക്സഭാ മണ്ഡലവും 2 നിയമസഭാ മണ്ഡലങ്ങളും. 3 മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി നവംബർ 20ലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ലോക്സഭാ മണ്ഡലമായ വയനാട്ടിൽ മുൻ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഏകപക്ഷീയമായ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്ന് വ്യക്തമാവും. 2022 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ വിജയിച്ചത്. തുടർച്ചയായി 2ാമത്തെ തവണയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാനെത്തിയത്. ആദ്യ തവണയും വയനാട്ടിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ട രാഹുൽ ഗാന്ധി തുടർന്ന് റായ്ബറേലിയിൽ മത്സരിക്കുകയും അവിടെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 2 സ്ഥലത്തും മത്സരിച്ച് വിജയിച്ചാൽ ഒരു മണ്ഡലം ഒഴിവാക്കണമെന്നുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പാരമ്പര്യ മണ്ഡലമായ റായ്ബറേലി നിലനിർത്തി വയനാട് അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയായിരുന്നു. ഇന്ന് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഇത്തവണ നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന മറ്റു മണ്ഡലങ്ങളായ പാലക്കാടും ചേലക്കരയിലും മുന്നണികൾ തമ്മിലുള്ള ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ചേലക്കരയിൽ ഇടതുപക്ഷവും കോൺഗ്രസും നേർക്കുനേർ പോരാടുമ്പോൾ പാലക്കാട് 3 മുന്നണികളും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാവുകയാണ് വയനാട് മണ്ഡലം. കാരണം ഇവിടെ കോൺഗ്രസിലെ ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്നുള്ളതിനാൽ ദേശീയ തലത്തിൽ വരെ വയനാട് മണ്ഡലം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷം പതിവ് പോലെ അവരുടെ ശക്തനായ CPI സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് എങ്കിലും BJP നാട്ടുകാരിയായ നവ്യ ഹരിദാസിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ദേശീയതലത്തിലെ മറ്റു വനിതാ നേതാക്കളെ വയനാട് മത്സരിപ്പിക്കാൻ BJP പദ്ധതിയിട്ടിരുന്നെങ്കിലും അതൊന്നും നടന്നിരുന്നില്ല. അങ്ങനെയാണ് ഒടുവിൽ BJP നവ്യ ഹരിദാസിൽ എത്തിനിന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ദേശീയതലത്തിൽ ശ്രദ്ധേയയായ BJPയിലെ വനിതാ നേതാക്കൾ ആരും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും നവ്യ ഹരിദാസിന് അനുകൂലമായും പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ BJPയുടെ ദേശീയ മുഖമായിരുന്ന സ്മൃതി ഇറാനി പോലും വയനാട്ടിൽ എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്മൃതി ഇറാനിയുടെ കാര്യം ഇവിടെ എടുത്തു പറയുന്നതിന് കാരണമുണ്ട്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിലും ഉത്തർപ്രദേശിലെ അമേഠിയിലുമാണ് മത്സരിച്ചത്. അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി എത്തിയത് BJPയിലെ സ്മൃതി ഇറാനിയായിരുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു സംഭവിച്ചത്. എന്നാൽ 2019 കഥ മാറി. സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചു. രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിൻ്റെ പതനമായിട്ടും ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ അവസാനമായിട്ടും ഈ സംഭവത്തെ എല്ലാവരും വിധിയെഴുതി. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് സംഭവിച്ചത്. തുടർച്ചയായി 2ാം തവണയും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ ഉയർത്തിക്കാട്ടാനുള്ള അവസരം പോലും കോൺഗ്രസ് നഷ്ടപ്പെട്ടു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനേക്കാൾ വലിയൊരു വിജയമാണ് BJP പ്രതീക്ഷിച്ചത്. എന്നാൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ തിരിച്ചുവരവാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയപ്പോൾ വോട്ടെണ്ണലിൽ ചരിത്രം കീഴ്മേൽ മറിഞ്ഞു. വലിയ മുന്നേറ്റം കാഴ്ചവെച്ച കോൺഗ്രസ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. 2ഇടത്തും വിജയം കൊയ്തു. 2019 തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് സ്മൃതി ഇറാനിക്ക് പക്ഷേ ഇത്തവണ അമേഠിയിൽ കാലിടറി. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കിഷോരി ലാൽ ശർമ്മയാണ് അമേഠിയിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 1,67,196 വോട്ടുകൾക്ക് കിഷോരി ലാൽ ശർമ്മ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു. 5,39,288 വോട്ടുകൾ കിഷോരി ലാൽ ശർമ്മ സ്വന്തമാക്കിയപ്പോൾ സ്മൃതി ഇറാനിക്ക് 3,72,032 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വ്യക്തമായ ആധിപത്യത്തോടെ തന്നെയാണ് അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിക്കുമേൽ വിജയം നേടിയത്. നമ്മൾ പറഞ്ഞു വന്നത് സ്മൃതി ഇറാനിയും വയനാടും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ചാണ്. വയനാട് ലോക്സഭയിലെ പ്രതിനിധി സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവയ്ക്കുകയും പകരം പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ എത്തുകയും ചെയ്യുമെന്ന വാർത്തകൾക്ക് പിന്നാലെ
ദേശീയതലത്തിൽ ശ്രദ്ധേയയായ ഒരു BJP നേതാവ് പ്രിയങ്കയെ നേരിടാൻ വയനാട്ടിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പല പേരുകളും ആ സമയത്ത് ഉയർന്നു കേട്ടു. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ഖുശ്ബു എത്തുമെന്ന് ആയിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആ വാർത്ത ഖുശ്ബു തന്നെ നിരാകരിച്ചു. രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രിയായ നിർമ്മലാ സീതാരാമനെയും ചുറ്റിപ്പറ്റി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ സ്മൃതി ഇറാനി വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളും പുറത്തുവന്നു. ഗാന്ധി കുടുംബത്തിലെ പ്രതിനിധി എവിടെ മത്സരിക്കുന്നോ അവിടെ സ്മൃതി ഇറാനി മത്സരിക്കാൻ എത്തുമെന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. സംഘപരിവാർ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ ഇവരാരും മത്സരിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല, BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ഈ വനിതാ നേതാക്കളെ ആരെയും വയനാട്ടിലേക്ക് കണ്ടതുമില്ല. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് വയനാട്ടിൽ പ്രചരണത്തിന് സ്മൃതി ഇറാനിയെ കൊണ്ടുവരണമെന്ന് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ബാക്കി എന്ത് സംഭവിച്ചു എന്നറിയില്ല. സ്മൃതി ഇറാനി വന്നില്ല. മത്സരിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല, പ്രചരണത്തിന് പോലും സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് രസകരം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയതലത്തിൽ വലിയ വാർത്തയാണ്. കാരണം പ്രിയങ്ക ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ്, അതും കേരളത്തിൽ നിന്ന്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് വർദ്ധിക്കുമോ അതോ കുറയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വയനാട്ടിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് വർദ്ധിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഒരു അഭിവാജ്യ ഘടകമായി മാറുമെന്ന് എല്ലാവർക്കും അറിയാം. ഏതു രീതിയിലെങ്കിലും പ്രിയങ്കയുടെ വോട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് BJP സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിട്ടത്. എന്നാൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും രസകരമായ വസ്തുത. സ്മൃതി ഇറാനിയെ 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് BJP സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ സ്മൃതി ഇറാനി കേരളത്തിൽ പ്രചരണത്തിനെത്താൻ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ ഏറ്റ തോൽവിയോടെ സ്മൃതി ഇറാനി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്നോട്ടു പോയ അവസ്ഥയിലാണ്. 2014-ലെയും 2019-ലെയും സാഹചര്യമായിരുന്നു എങ്കിൽ രാജ്യസഭയിലൂടെയെങ്കിലും സ്മൃതിയെ കേന്ദ്രമന്ത്രിസഭയിൽ BJPക്ക് ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം വളരെ മോശമാണ്. ഘടകകക്ഷികളുടെ പിന്തുണയോടെ മാത്രമാണ് BJP ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഏകപക്ഷീയമായ ഒരു തീരുമാനം BJPക്കോ പ്രധാനമന്ത്രിക്കോ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട BJP MP-യായ സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പോലും നൽകാൻ BJPക്ക് കഴിഞ്ഞില്ല. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നുള്ള കാര്യം BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഒരു സഹമന്ത്രിസ്ഥാനത്തിൽ ഒതുക്കേണ്ടി വന്നു. 2014-ൽ മത്സരിച്ച് തോറ്റെങ്കിലും രാജ്യസഭയിലൂടെ അവരെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മോദി തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. സ്മൃതി ഇറാനിയുടെ കാര്യമാണ്. എന്നാൽ ഇത്തവണ സ്മൃതി അമേഠിയിൽ തോറ്റെങ്കിലും ആ തോൽവി സ്മൃതിയെ രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ഒരു രീതിയിലും സ്മൃതിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രിക്കും BJPക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ സ്മൃതി ഇറാനിയുടെ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാത്തതും. കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രചരണത്തിന് എത്തുന്നതിൽ നിന്ന് സ്മൃതി ഇറാനി തന്നെയാണ് പിന്മാറിയത് എന്നാണ് സൂചനകൾ. 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയ താൻ വയനാട്ടിൽ പോയി പ്രിയങ്കയ്ക്കെതിരെ പ്രചരണം നടത്തുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഒരുപക്ഷെ അവർ കരുതി കാണുന്നത്. കാരണം വയനാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. രാഹുൽ ഗാന്ധി വിജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ വിജയിക്കുകയും ചെയ്യും. സ്മൃതി ഇറാനി വന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തിയാലും യാതൊരുവിധ ചലനവും അതുണ്ടാക്കാൻ പോകുന്നില്ല. അക്കാര്യം നന്നായിട്ട് സ്മൃതിക്ക് അറിയുകയും ചെയ്യാം. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വയനാട്ടിൽ പ്രചരണത്തിന് എത്തുകയും പക്ഷേ അവിടെ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്താൽ അതിൽ പരം ഒരു നാണക്കേട് തനിക്ക് ഉണ്ടാവാനില്ല എന്നുള്ള കാര്യവും സ്മൃതിക്കറിയാം. ഈ കാരണം കൊണ്ട് തന്നെയായിരിക്കും വയനാട് പ്രചരണത്തിന് എത്തുന്നതിൽ നിന്നും സ്മൃതി പിന്മാറിയിട്ടുണ്ടാവുക. വീണ്ടും അമേഠിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സ്മൃതി ഇറാനിയോട് BJP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിലും ആ നിർദ്ദേശം അവർ എത്രത്തോളം ഉൾക്കൊണ്ടു എന്ന് വ്യക്തമല്ല. കാരണം നാളുകൾക്ക് ശേഷം സ്മൃതി ഇറാനി TV പരമ്പരകളിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന വാർത്ത ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അനുകൂലമായ സാഹചര്യത്തിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഇപ്പോൾ ആ സാഹചര്യം അനുകൂലമല്ലെന്ന് അവർ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ.
രാഷ്ട്രീയം മാറ്റിവെച്ച് സിനിമകളിലും TV പരമ്പരകളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാകും. ഏതായാലും വയനാട്ടിൽ സ്മൃതി ഇറാനി പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ മത്സരിക്കാത്തതും പ്രചരണത്തിന് ഇറങ്ങാത്തതും ബുദ്ധിപരമായ നീക്കം എന്ന് മാത്രമേ ഞാൻ കരുതൂ. ഒരുപക്ഷെ അവർ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ മിക്കവാറും തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ അവർ ഏറ്റെടുക്കേണ്ടി വന്നേനെ. അതിനുള്ള അവസരമുണ്ടാക്കാതെ തനിക്കിപ്പോൾ നിലവിലുള്ള പരിക്കുകൾ മാത്രം മതി എന്ന് സ്മൃതി ഇറാനി തീരുമാനിച്ചെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കുകയെങ്കിലും ചെയ്യാം.